ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് കിടക്കാമല്ലേ. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഇത്ര നേരം വരെ ഉണ്ടായ അപ്ഡേറ്റ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളും അക്ബറും കൂടെ ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഗ്രൂപ്പിങ്സും കളിക്കുകയാണ് എന്നുള്ള പേരിലൊക്കെ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നീ ബ്രദർ സിസ്റ്റർ കളിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ അതിന് വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വാഗ്വാദം നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ രേണു പറയുന്നുണ്ട്, നീ ഇന്നലെ എന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിളിച്ചില്ലേ, അത് ഞാനായതുകൊണ്ട് കേട്ട് ഞാൻ മറുപടി ഒന്നും പറയാത്തത് ബിഗ് ബോസിനെ ആലോചിച്ച് മാത്രമാണ് എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഞാനൊരു സ്ത്രീയല്ലേ, എന്നെ അങ്ങനെ പറയാൻ പാടുമോ? നീ പറഞ്ഞത് മൊത്തം കേരളത്തിലെ സ്ത്രീകളെയാണ്. ഞാനൊരു വിധവയല്ലേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ രീതിയിൽ കുറേ സംസാരിക്കാൻ നിന്നപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് അനുമോളൊക്കെ വന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറയില്ലേ ചേച്ചി, മൊത്തം സ്ത്രീകളെ അങ്ങനെ പറയല്ലേ അത് അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞല്ലോ ചേച്ചി, അത് സ്വീകരിക്കാതിരിക്കുക അത് ചേച്ചിയുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ മൊത്തം സ്ത്രീകളെ ആണ് പറഞ്ഞത് എന്നൊന്നും പറയല്ലേ ചേച്ചി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേണു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തുനിന്ന് ശാരിക വരുന്നുണ്ട്. ശാരിക വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പറയരുത്, നീ ഈ വിക്ടം കാർഡ് ഇവിടെ ഇറക്കരുത്, സ്ത്രീത്വത്തെ തൊട്ട് കളിക്കരുത്, അങ്ങനെ സ്ത്രീത്വത്തെ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല, നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാപ്പ് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ ആ കണ്ടസ്റ്റൻസ് ആ ഒരു വഴക്ക് അവിടെ നിർത്തി വെച്ചു. അടുത്തതായി ലൈവിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു. മോർണിംഗ് ടാസ്കിൽ ഡിബേറ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ കയ്യിൽ ബാൻഡുള്ള 3 പേരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് കണ്ടസ്റ്റൻസിന് ബാൻഡ് മേടിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഡിബേറ്റ് ചെയ്യണം. 3 പേര്, ഇനി വേറൊരു 3 പേരെയും കൂടെ സെലക്ട് ചെയ്ത് ഡിബേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിബേറ്റിന് ആർക്കൊക്കെ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈപോക്കി. അപ്പോൾ അനീഷ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ താല്പര്യമില്ലാത്തവർ, അനീഷ് ക്യാപ്റ്റൻ ആണല്ലോ, താല്പര്യമില്ലാത്തവർ കൈപോക്കു പറഞ്ഞപ്പോൾ ഒരു 3 പേര് മാറി നിന്നു. എന്നിട്ട് ഈ മാറി നിന്ന 3 പേരോട് ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യൂ ആരൊക്കെ ഡിബേറ്റിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ സെലക്ട് ചെയ്ത 3 പേരാണ് നിവിൻ, ശാരിക ആൻഡ് ഓണിയൽ സാബുവിനെയാണ് സെലക്ട് ചെയ്തത്. ഇതിൽ നിവിൻ ഡിബേറ്റ് ചെയ്യേണ്ടത് ജസീലിൻ്റെ അടുത്താണ്, മറ്റേ ശാരിക ഡിബേറ്റ് ചെയ്യേണ്ടത് ആദില നൂറാൻ്റെ അടുത്താണ്, ഓണിയൽ സാബു ഡിബേറ്റ് ചെയ്യേണ്ടത് ആര്യൻ്റെ അടുത്താണ്. അപ്പോൾ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ബസർ ടു ബസർ ടാസ്ക്കാണ്. ഒരു 2.3 മിനിറ്റ് സമയം കൊടുക്കും, അതിനുള്ളിൽ നമ്മൾ സംസാരിച്ച് തീരണം. അങ്ങനെയാണ് ഈ ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ ജിസയിലാണ് സംസാരിച്ചത്. ഞാൻ ഈ ടാസ്കിന്, ഈ ബാൻഡിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് എഫേർട്ട് എടുത്തു, ഇന്നലെയും ഗെയിം കളിച്ചത്. ഈ ബാൻഡ് കയ്യിൽ നിന്ന് പോകും എന്ന് കരുതിയിട്ടാണ്. എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്, ടാസ്ക് കളിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് ബാൻഡ് കിട്ടിയത്, ഇത് കൊടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. അതിനെതിരായിട്ട് നിവിൻ സംസാരിച്ചത്, ചോരകളും പാടുകളും മുറിവുകളും കാണിച്ച് ഇവിടെ ചോരക്കാർട്ട് ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ആര്യൻ്റെ ബാൻഡ് വരെ ഒളിപ്പിച്ച് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മോഷ്ടിച്ചത് എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡ്രസ്സ് ഇടണ്ട, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ആ ഡ്രസ്സ്, എനിക്ക് എൻ്റെ ഡ്രസ്സ് എങ്ങനെയെങ്കിലും കിട്ടണം, ഞാൻ ഹൈ ഹീൽ ഇടും, ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറല്ലേ, അപ്പം അങ്ങനെയൊക്കെ കൊറിയോഗ്രാഫറല്ലേ, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നടക്കണത് എനിക്കിഷ്ടമല്ല, എനിക്ക് ഹൈ ഹീലൊക്കെ ഇടണം, ഹൈ ഹീലൊക്കെ ഇട്ട് ഞാൻ നല്ല റാമ്പ് വാക്കൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരുടെ ഡിബേറ്റ് അവിടെ കഴിഞ്ഞു. അടുത്തതായിട്ട് വന്നത് നമ്മുടെ ശാരികയും ആദില നൂറ അവരാണ് ഡിബേറ്റ് ചെയ്തത്. ശാരിക പറഞ്ഞത്, ആദില നൂറ എഫേർട്ടൊന്നും എടുക്കണില്ല, ആ ബാൻഡിനൊരു വിലയൊന്നും കൊടുക്കണില്ല, അവർ അത് വിയർ ചെയ്യണില്ല, അതിപ്പോഴാണ് കൊണ്ടുവന്ന് വിയർ ചെയ്തതും ഇപ്പോൾ ഈ സമയത്താണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതിനെ ഡിബേറ്റായിട്ട് ആദില നൂറയും ഭയങ്കര നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വന്നത് ഓണിയൽ സാബുവാണ്. ഓണിയൽ സാബു ആര്യനോടുള്ള ഡിബേറ്റാണ്. ഓണിയൽ സാബു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി 21 പേരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്, 21 പേരുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അവർ കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നുള്ളൂ, എനിക്ക് എൻ്റെ ഗ്രൂപ്പിൻ്റെയാണ് സന്തോഷമാണ് വലുത്. പക്ഷേ ആര്യൻ വന്നിട്ട് ഗ്രൂപ്പിലുള്ള ആളെ ചതിച്ചതാണ്, ഇന്നലെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് വരെ അത് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല ആര്യന് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓണിയൽ പറഞ്ഞത്.
അതിന് തിരിച്ച് മറുപടിയായിട്ട് ആര്യൻ പറഞ്ഞത്, താങ്കൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, ബാത്റൂം ഞാനാണ് കഴുകുന്നത്, അതെൻ്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും പറയണ്ട. പിന്നെ ഈ ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഗെയിം കളിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ബാൻഡ് കാണാതായപ്പോൾ ഇനി ഞാൻ ഈ വീട്ടിൽ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല, അങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ചതാണ് എൻ്റെ ബാൻഡ്, എല്ലാവരും അത് പോട്ടെ, ബാൻഡ് പോട്ടെ, കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അത്രയും അന്വേഷിച്ച് കിട്ടിയാണ് ബാൻഡ്. അപ്പോൾ ഇനി ഇത് കൊണ്ട് കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഡിബേറ്റ്. അപ്പോൾ ഈ ഡിബേറ്റിൽ ജയിച്ചത് ആരാണെന്നും ആരുടെ കയ്യിൽ നിന്നാണ് ബാൻഡ് കൈമാറ്റം ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ്. അവർ തീരുമാനിച്ചത് നിവേനായിരുന്നു. നിവേനെ തീരുമാനിച്ചു. ഇനിയിപ്പോൾ നിവേൻ്റെ ഡ്രസ്സുകൾ വരും, ജിസേലിൻ്റെ ഡ്രസ്സുകൾ പോവും. ഇത് കണ്ടതും ജിസേലിന് ദേഷ്യം വന്നു. ജിസേൽ പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും എന്നോട് അസൂയാണ്, ഞാൻ ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്തൊക്കെ നടക്കുന്നതിൽ എന്നൊക്കെ രീതിയിൽ ഭയങ്കര ബഹളം ഒച്ചപ്പാടൊക്കെ നടക്കുകയായിരുന്നു. കുറച്ച് സമയമൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അവനോട് ഫേവറേറ്റിസം കാണിച്ചതാണ് നിവേനോട് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവിടെ സംസാരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈവിൽ അടുത്തത് പ്രധാനമായിട്ട് നടന്നത് ഒരു വീക്ക്ലി ടാസ്ക്കാണ്. അതിൽ ഇനി മുതൽ ബ്ലാക്ക് സ്റ്റോൺ ഇല്ല. ഇന്നലെ നടന്നതിൻ്റെ ബാക്കി ബ്ലാക്ക് സ്റ്റോൺ ഇല്ല, അതിന് പകരം ഒരു ഡെസ്റ്റിനി സ്റ്റോണും ഗോൾഡൻ സ്റ്റോണും ആണ് ഉള്ളത്. അതിനൊരു പ്രത്യേക പവറൊക്കെ ഉണ്ട്. ആ പവർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ 3 റൗണ്ടുകളായിട്ടാണ് നടക്കുക. ആദ്യത്തെ 2 റൗണ്ടിൽ 3 പേര് വെച്ചിട്ടും അവസാനത്തെ ഒരു റൗണ്ടിൽ 2 പേര് വെച്ചിട്ടാണ് പോവേണ്ടത്. ഇത് ഓൾറെഡി ഇപ്പം ഇന്നലെ കളിച്ച ഗെയിമിൽ ആരുടെയൊക്കെ കയ്യിലാണോ സ്റ്റോണുകൾ ഉള്ളത് അവരാണ് ഇതിൽ മത്സരിക്കേണ്ടത്, ബാക്കിയുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പം ഈ ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വലിയൊരു ഫോഡിയുണ്ട്, അതിനകത്ത് നിറയെ റെഡ് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. ആ ബോക്സിൻ്റെ 4 വശത്തും ഹോളുകളാണ്. അപ്പോൾ ബസർ അടിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഓടി വന്ന് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് റെഡ് സ്റ്റോൺസ് കളക്ട് ചെയ്യണം. അതിൽ നമ്പേഴ്സ് എത്ര കൗണ്ട് കൂടുതലുള്ളോ അവരാണ് വിജയികൾ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കയറാൻ പോയത് 3 ഗേൾസാണ്. 3 പേര് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോയ 3 പേര് റെന ഫാത്തിമ, ജിസേൽ, ബിന്നിയാണ് പോയത്. അതിൽ റെന ഫാത്തിമക്ക് 14 സ്റ്റോണും ജിസേലിന് 14 സ്റ്റോണ്, ബിന്നിക്ക് 13 സ്റ്റോണ് അങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഷാനവാസിന് ഓൾറെഡി ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാനവാസിന് ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യായിരുന്നു. അങ്ങനെ ഷാനവാസ് സെലക്ട് ചെയ്ത ഒരു പാർട്ട്ണറാണ് ആര്യൻ. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പോയത് ഷാനവാസ്, അനീഷ്, അബി ആയിരുന്നു. ഷാനവാസിന് 15ഉം അനീഷിന് 12ഉം അബിക്ക് 18ഉം സ്റ്റോൺസ് വീതമാണ് കിട്ടിയത്. അടുത്തതായി പോയതാണ് അക്ബറും ആര്യനും. ആര്യൻ പോണത് ഷാനവാസിന് വേണ്ടി കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അക്ബറിന് 23ഉം ആര്യന് 17 സ്റ്റോണുമാണ് കിട്ടിയത്. അപ്പോൾ ഈ ഗെയിമിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അക്ബറും അബിയാണ്. അവർക്കാണ് കൂടുതൽ സ്റ്റോൺസ് കിട്ടിയിരുന്നത്, 23ഉം 18ഉം. അപ്പോൾ പിന്നെ ബിഗ് ബോസ് വിളിച്ചു, സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ എടുത്തിട്ട് വന്നതിലാണ് മറ്റേ ഡെസ്റ്റിനി സ്റ്റോണും ഗോൾഡൻ സ്റ്റോണും ഉണ്ടായിരുന്നത്. ഇതിലൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അക്ബർ വേഗം തന്നെ ഗോൾഡൻ സ്റ്റോൺ എടുത്ത് അബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഡെസ്റ്റിനി സ്റ്റോൺ എടുത്ത് അക്ബറും പിടിച്ചു. കാരണം ഗോൾഡൻ സ്റ്റോണിൽ എന്താ ഉണ്ടാവുകയെന്ന് അക്ബർ ഒരു പ്രാവശ്യം അറിഞ്ഞതാണല്ലോ, അതുകൊണ്ട് വേഗം അബിക്ക് കൈമാറിയത് അങ്ങനെ വേണം പറയാൻ. ഡെസ്റ്റിനി സ്റ്റോൺ എടുത്ത അക്ബറിന് കിട്ടിയ പവർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് കുറച്ച് പേര് കിടക്കുന്നുണ്ടല്ലോ, 4 പേര്, അവരിൽ നിന്ന് ഒരാളെ അകത്തേക്ക് കയറ്റാനും അകത്തിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് ഇറക്കാനും ആയിരുന്നു പവർ കിട്ടിയത്. അത് സെലക്ട് ചെയ്തത് പുറത്ത് നിന്ന് ഷാനവാസിനെയും അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് മുൻഷി രഞ്ജിത്തേട്ടനെയാണ്. ആ രഞ്ജിത്തേട്ടനെ പുറത്താക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, രഞ്ജിത്തേട്ടൻ നന്നായി ഉറങ്ങുമ്പോൾ തീർച്ചയായും എടുത്ത് പുറത്ത് റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കാം, നല്ല ഉറക്കമുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ രഞ്ജിത്തേട്ടനെ അക്ബർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അബിക്ക് കിട്ടിയ ഗോൾഡ് കോയിനിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന പവർ, ഈ ഗോൾഡ് കോയിൻ ഷാനവാസിൻ്റെയും മറ്റേ ആര്യനും ഉണ്ടല്ലോ, ഇവരുടെ പവർ പോയി. നേരത്തെ ഗോൾഡൻ സ്റ്റോൺ ഉണ്ടായിരുന്ന പവർ പോയി. അപ്പോൾ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്യണം അടുത്ത ആഴ്ചയ്ക്ക് ഡയറക്റ്റ്. അതായിരുന്നു അബിക്ക് കിട്ടിയ പവർ. അപ്പോൾ അബി ആ പവർ വെച്ചിട്ട് യൂസ് ചെയ്തത് ഷാനവാസിനെയാണ് നോമിനേഷൻ ചെയ്തത് അബി. റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പണി ടാസ്ക് കൊടുത്തായിരുന്നല്ലോ, അതായത് ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയവർക്ക് പണി കൊടുത്തായിരുന്നു. അതിൽ 2ാമത്തെ പ്രാവശ്യം പണി കിട്ടിയത് അനീഷ്, ഷാനവാസ്, അക്ബർ, ആര്യൻ എന്നുള്ളവർക്കായിരുന്നല്ലോ. അപ്പം ഈ അനീഷ് അർബാനിലിരിക്കുമ്പോൾ വെറുതെ വീഴുണ്ടായിരുന്നു. അപ്പം അത് മനഃപൂർവ്വം തള്ളിയിട്ടതാണ്
ഫോഴ്സ്ഫുള്ളി തള്ളിയിട്ടതാണ് എന്നുള്ള രീതിയിലാക്കിയിട്ടാണ് ഷാനവാസിന് ഈ നോമിനേഷനിലേക്ക് അഭി പറഞ്ഞയച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് ഇത്ര നേരം വരെയുള്ള ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ലൈവ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.